സംവിധായകൻ ശ്രീ ജോഷിയുടെ വീട്ടിൽ ഒരു കളവ് നടന്നിരുന്നു. ഏകദേശം 1,20,00,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സ്ഥാപനങ്ങളുമാണ് മോഷണം പോയത്. ആ മോഷ്ടാവിനെ 15 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇത് കൊച്ചി സിറ്റി പോലീസിൻ്റെ ഒരു നേട്ടമാണ്. ഇതിന് വേണ്ടി പ്രവർത്തിച്ച ടീം ലീഡർ ശ്രീ സുദർശൻ DCP ലോ ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ ACP ശ്രീ രാജ്കുമാർ, SHO സൗത്ത് ശ്രീ പ്രേമാനന്ദ് കൃഷ്ണൻ, അതുപോലെ ബാക്കി മെമ്പേഴ്സായ പാലാരിവട്ടം SHO ശ്രീ റിച്ചാർഡ്, SI മാരായ അനിൽ, വിഷ്ണു, രവി, ASI മാരായ ജോസി, അനിൽ, സണ്ണി, പ്രശാന്ത് എന്നിവരാണ് ഇതിൽ പ്രവർത്തിച്ചത്. സൈബർ വിങ്ങിൻ്റെ SI മാരായ പ്രമോദ്, വിപിനും ഇതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കർണാടക പോലീസിൽ ശ്രീ രമൺ ഗുപ്ത IPSൻ്റെ ഒരു കോർഡിനേഷൻ മൂലമാണ് നമുക്ക് കോസ്റ്റൽ ഡിസ്ട്രിക്ട്സായ മാംഗ്ലൂർ, അതുപോലെ തന്നെ ഉടുപ്പി, കാർവാർ എന്നീ ജില്ലകളിലെ SP മാരുമായിട്ട് കോർഡിനേഷൻ നടത്താൻ പറ്റിയത്. അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത്. ഇദ്ദേഹം 6ഓളം സംസ്ഥാനങ്ങളിൽ 19ഓളം കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജ്വല്ലറി ഓണറിൻ്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു. ആ കേസിലെയും പ്രതിയാണ് കേരളത്തിൽ. ഇതൊരു ടീം വർക്കായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ ഓഫീസർമാരും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. CCTV വിഷ്വൽസ് കാണാനിടയായി. എക്സ്റ്റെൻസീവായിട്ട് CCTV വിഷ്വൽസ് അനലൈസ് ചെയ്തു. അതിൽ നിന്ന് ഒരു വെള്ള കളർ ഹോണ്ട അക്കോർഡ് കാറ് ഒരു സംശയാസ്പദമായ രീതിയിൽ പോകുന്നത് കണ്ടു. അങ്ങനെ ആ കാറിനെ ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. പിന്നീട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. കാറിൻ്റെ റൂട്ട് ട്രാക്ക് ചെയ്തപ്പോൾ അത് ഉച്ചയ്ക്ക് ഏകദേശം 2:30 മണിയോടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ക്രോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ കർണാടക പോലീസിൻ്റെ കോർഡിനേഷനിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്, ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ വെച്ച്, കർണാടക. വാഹനത്തിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത്. ഭാര്യയുടെ വാഹനമാണോ, പേരിലുള്ള വാഹനമാണോ? വാഹനം പ്രൈവറ്റ് വാഹനമാണ്. പക്ഷേ ബോർഡ് എന്ന് പറയുന്നത് സീതാമർസി എന്ന ഒരു ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെ ബോർഡായിരുന്നു. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സീതാമർസി, ബീഹാറിലെ ആ ബോർഡായിരുന്നു ഈ വണ്ടിയിൽ വെച്ചിരുന്നത്. ബോർഡ് വ്യാജമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ് സീതാമർസി ജില്ലയിലെ, ബീഹാർ. ഇത് റാൻഡമായിട്ട് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഇൻഡെപ്തിൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എന്നാണ് പ്രതി ഇവിടെ എത്തിയത്? പ്രതി 20-ാം തീയതി. പ്രാദേശിക സഹായത്തിനെ കുറിച്ചും നമ്മൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ബീഹാറിൽ നിന്നാണ്. അത് റാൻഡമായിട്ട് പുള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, അതായത് കുറച്ച് പോഷ് റെസിഡൻഷ്യൽ ലൊക്കാലിറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ വന്ന് പിന്നെ റാൻഡമായിട്ട് സെർച്ച് ചെയ്യുന്നതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. അറ്റംപ്റ്റ് നടത്തിയിരുന്നു, പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല. അതെ, പന്നമ്പള്ളി 3 വീടോളം 3 വീടുകളിൽ കയറാൻ. അതെ അതെ അതെ, പന്നമ്പള്ളി നാറിൽ തന്നെയാണ്. അതെ, മോഷണ കേസ് തന്നെയാണ്. 19 കേസ്, 6 സംസ്ഥാനങ്ങളിലായി 19 മോഷണ കേസുകൾ ഓൾറെഡി നിലവിലുണ്ട് ഈ പ്രതിയുടെ പേരിൽ. തീർച്ചയായിട്ടും ഇതിനകത്ത് നേരത്തെ പിടിയിലായി ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഏറെക്കുറെ കാലം ജയിലിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1 മാസം മുമ്പാണ് അത് റിലീസായത്, ജയിലിൽ നിന്ന് റിലീസായത്.
സ്റ്റോറീസ് നിങ്ങളല്ലേ സാധാരണ. അതെ, പോലീസിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ക്രിമിനൽ തന്നെയാണ്. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മോഷണം നടത്തുന്ന ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മോഷ്ടാവിൻ്റെ ഷെയറിങ്ങിനെ കുറിച്ചുള്ള കഥകളും അത് എത്രത്തോളം അത് ശരിയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല. പേരൊക്കെ ഉണ്ട്. എന്താണ്? ഗുൽഷൻ എന്നാണ്. ഓക്കെ ഓക്കെ. ഈ മോഷ്ടിച്ച ആഭരണങ്ങളെല്ലാം തന്നെ വീണ്ടെടുക്കാൻ പറ്റും? അല്ല, എല്ലാം 100% റിക്കവറി നടന്നു. അതെ, വണ്ടിയിൽ. ഗോൾഡ് തെഫ്റ്റിന് ഒരു കാരണം ഗോൾഡിൻ്റെ വാല്യൂ കൂടുന്നത് തന്നെയാണ്. ഇപ്പം ഈ കഴിഞ്ഞ മാസത്തിൽ ഗോൾഡിൻ്റെ പ്രൈസ് വളരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു റീസൺ തന്നെയാണ്. പക്ഷേ പോലീസ് അതിനോടൊപ്പം തന്നെ പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി ഫിനാൻഷ്യലി വെൽ ഓഫ് ആൾക്കാരുടെ ഒരു കേന്ദ്രമായതുകൊണ്ടായിരിക്കണം. ഇല്ല, ഡയറക്റ്റ് കൊച്ചിയില്ല. മുംബൈ പോകുന്ന റൂട്ടായിരുന്നു എടുത്തിരുന്നത്. ഒരു പക്ഷേ മുംബൈയിൽ ഇത് ചിലപ്പോൾ വിൽക്കാൻ എളുപ്പത്തിനായിരിക്കണം മുംബൈയിലേക്ക് പോയത്. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് പുള്ളി ഹൈദരാബാദിലെ ഒരു MLA MP കോളനിയിൽ മോഷണം നടത്തിയിട്ട് അറസ്റ്റിലായത്. അപ്പോൾ അതിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണോ ഈ ഒരു? അതെ, കാരണം 4 മാസമല്ലേ ആവുന്നത്. അതെ, അതിനെ കുറിച്ചുള്ള ഏത് സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത്. ഡോറല്ല, വിൻഡോ. ലോക്കൽ സപ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. സാധാരണ ഇത്രയും ആഭരണങ്ങളൊന്നും ആരും വീട്ടിലങ്ങനെ സൂക്ഷിക്കാറില്ലല്ലോ. ഈ ഒരു സാഹചര്യം അറിയുന്ന ആരെങ്കിലും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കറക്റ്റായിട്ട് ആ വീട്ടിൽ തന്നെ ഈ ഗോൾഡ് ഒരു പക്ഷേ കോയിൻസിഡൻ്റലായിരിക്കാം, അല്ലെങ്കിൽ ഇൻസൈഡർ ഇൻഫർമേഷൻ ആരെങ്കിലും പാസ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. മൊബൈൽ എക്സാമിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതലായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതെ, അത് ആക്ച്വലി അവർ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു ആണ് അറിയാൻ കഴിഞ്ഞത്.